ഞാൻ അനിൽ ഈശ്വരമംഗലം. ഞാനൊരു ട്രെയിനറാണ്, ഒപ്പം ഒരു സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയാണ്. എന്താ സൈക്കോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ? സൈക്കോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നില്ലാതെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന വ്യക്തി. മരുന്നോടുകൂടി കണ്ടുപിടിക്കുന്ന ആളെ എന്താ പറയാ? സൈക്യാട്രിസ്റ്റ് ആണ്. ഇമോഷൻസിന് ബുദ്ധിമുട്ട്, ഇമോഷണൽ ഡിസ്കംഫർട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയാണ് നമ്മൾ ചെയ്യുക. ഒന്നുകിൽ നമ്മൾ ഇമോഷനെ നമ്മൾ സപ്രസ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം റാഫിയുടെ അടുത്ത് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാനത് അടിച്ചമർത്തി വയ്ക്കും. അത് പുറത്തെടുക്കാൻ നിർവാഹമില്ലെങ്കിൽ അത് സപ്രസ് ചെയ്ത് വയ്ക്കും. ഇപ്പൊ അങ്ങനെ ചെയ്തോ? അപ്പൊ ഒന്നുകിൽ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും, അതല്ല എങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. നമുക്ക് അതിന് ഫ്രീഡം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഇത് സപ്രസ് ചെയ്ത് കഴിഞ്ഞാലും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡിസ്കംഫർട്ടാണ്, പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ശരിക്കും ഇത് രണ്ടുമാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാമുള്ളൂ. ഒന്നുകിൽ നമ്മൾ അടിച്ചമർത്തി വെക്കും, അതല്ലെങ്കിൽ നമ്മൾ അതിനെ തുറന്നു വിടും. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാതെ നമ്മളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, നമ്മൾ അതിൽ നിന്ന് വിമുക്തമാകുന്ന പല പ്രോസസ്സുകളും സൈക്കോതെറാപ്പിസ്റ്റുകൾ ചെയ്യും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഒരാൾക്ക് ഇമോഷണൽ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം? അത് വേറെ കണ്ടുപിടിക്കാൻ വേറെ ടൂൾസിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബ്ലോക്കുകൾ ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ സമയവും നമ്മൾ ഒരുപാട് ഇമോഷണൽ ബ്ലോക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രൈവ് ചെയ്യുന്ന വാഹനമായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കായി, അതല്ലെങ്കിൽ ട്രാഫിക് ജാമായി, പലപ്പോഴും പലരും വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യും, റാഷ് ഡ്രൈവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാണ്. ഡ്രൈവിംഗ് സ്ട്രെസ്സിൽ നിന്നും എങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും? എങ്ങനെ ഡ്രൈവിംഗ് ഒരു സന്തോഷം കൊണ്ടുവരുന്ന ഒരു ഇമോഷൻ ആക്കി മാറ്റാൻ പറ്റും? തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഡ്രൈവിംഗ് സ്ട്രെസ് അതെല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ്. ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച രീതിയിൽ വാഹനം എത്തിക്കാൻ പറ്റാതിരിക്കുന്നത് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ഡ്രൈവിംഗ് സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, രാവിലെ ബ്ലോക്ക് ഉള്ള സമയമാണ്. എങ്ങനെ ഡ്രൈവിംഗ് സ്ട്രെസ് ഒഴിവാക്കാം? ഡ്രൈവിംഗ് സ്ട്രെസ് ഒഴിവാക്കുന്നതിന് ഏറ്റവും ആദ്യം ഡ്രൈവിംഗ് സ്ട്രെസ്സിലാണ് എന്ന തിരിച്ചറിയലാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അതെങ്ങനെ അറിയും? സ്ട്രെസ് നമ്മുടെ ചെസ്റ്റിൽ നമുക്ക് ഒരു ഡിസ്കംഫർട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഷോൾഡറിൽ ഒരു സഫറിംഗ് ഉണ്ടാവും, നമ്മുടെ ചെയ്യുന്നതിന്റെ വേഗത കൂടും. അപ്പൊ ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അറിയാം. പല കാര്യങ്ങളും ചെയ്ത് ശരിയായില്ല നമ്മളെ പഴിക്കും, ബാക്കിയുള്ളവരെ പഴിക്കും. ഇവരുടെ ലൈസൻസ് കട്ട് ചെയ്യാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിൽ പറയും, അതിൽ പുറത്തും പറയും. ഓക്കെ, ഇത് വന്നു ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയം അധികമില്ല, ബ്ലോക്കാണ്, എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും അതിൽ ഒരു ചെറിയൊരു ടിപ്പ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഇമോഷനും വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയി അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ബ്രീത്തിങ് പാറ്റേൺ നമ്മളുണ്ടാവും. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വളരെയധികം ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വേഗത്തിൽ ശ്വസിക്കും, ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്തും നമ്മുടെ ബ്രീത്ത് സ്റ്റക്കായി പോകും, നിന്നു പോകും. ഓക്കെ, അപ്പൊ ഓരോ സ്ട്രെസ്സിനും ഓരോ വികാരങ്ങൾക്കും അനുസരിച്ച് അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ബ്രീത്തിങ് പാറ്റേൺ നമ്മളിലുണ്ട്. ഇത് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം സിഗ്നലിൽ നിൽക്കുവാണെങ്കിൽ വണ്ടിയിലാണെങ്കിൽ സ്റ്റെയറിംഗിൽ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് ഡീപ്പായിട്ടൊരു ബ്രെത്ത് എടുക്കുക, ഡീപ്പായിട്ടൊന്ന് ശ്വാസം വലിക്കുക. ഇതൊക്കെ എന്ത് ട്രാഫിക്? അപ്പൊ ഡ്രൈവിംഗ് സ്ട്രെസ് മാറും. നമ്മളെ ശ്വാസോച്ഛ്വാസം നമ്മൾ നിയന്ത്രിച്ചാൽ മതി, നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. KQലെ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഐ എം റാഫി. റേഡിയോയിൽ രാവിലെ ഇറ്റ്സ് വെള്ളിയാഴ്ച മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താൻ കണക്കിന് ഫൺ ക്ലബ് FM. കുറച്ചു നേരം ബ്ലോക്കിൽ കടന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ദേഷ്യം വരും. ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ മാറും. അപ്പം എന്ത് ചെയ്യുക, സ്റ്റിയറിംഗിൽ കൈ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ റിലാക്സ്ഡ് ബ്രീത്തിങ് പാറ്റേൺ പ്രാക്ടീസ് ചെയ്യാം. ഭയങ്കര റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്യുക. ഇതെനിക്ക് പറഞ്ഞു തന്നത് സൈക്കോ തെറാപ്പിസ്റ്റ് മിസ്റ്റർ അനിലാണ്. കലക്കൻ റീചാർജ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ക്ലബ് FM. ഐ എം റാഫി. റേഡിയോ രാവിലെ സമയം 10 മണി കഴിഞ്ഞ് 23 മിനിറ്റ്. റിലാക്സ്ഡ് പാറ്റേൺ ഓഫ് ബ്രീത്തിങ് എന്താണ്, അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ബ്രീത്ത് ചെയ്യുന്നത്, അതേപോലെ നമുക്ക് ബ്രീത്തിങ് പാറ്റേൺ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ അനിൽ ഈശ്വരമംഗലം. ഞാനൊരു ട്രെയിനറാണ്, ഒപ്പം ഒരു സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വി ക്യാൻ കൺട്രോൾ ദ ബ്രീത്ത്. നമുക്ക് ശ്വാസം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ബ്ലോക്ക് മാറും. സൂപ്പർ. അപ്പൊ ഈ ഇമോഷണൽ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കൂടും. ഓഫീസിലായാലും ജോലി സ്ഥലത്തായാലും പഠിത്തത്തിലായാലും അല്ലേ? അതെ. കോൺഫിഡൻസ് ആയിട്ട് എങ്ങനെയത് ഇമോഷനും കോൺഫിഡൻസ് തമ്മിലുള്ള ബന്ധം? തീർച്ചയായിട്ടും ഇമോഷണൽ ബ്ലോക്കുകൾ ഉള്ള സമയത്ത്
കോൺഫിഡൻസ് വളരെയധികം കുറവായിരിക്കും. ഇത് രണ്ട് രീതിയിലുള്ള, ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ റിലേഷൻഷിപ്പുകളെ കുറിച്ചൊന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് റഫി. നമുക്ക് രണ്ട് രീതിയിലുള്ള റിലേഷൻഷിപ്പുകളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ബാക്കിയുള്ളവരോടുള്ള റിലേഷൻഷിപ്പ്. ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം. നമുക്ക് ബാക്കിയുള്ളവരോട് ഉള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു വില നൽകണം. നമുക്ക് ഈ സെൽഫ് എസ്റ്റീമും ഈഗോയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഞാൻ പറയാം. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഉള്ളിൽ എനിക്ക് നൽകുന്ന വില, അതാണ് സെൽഫ് എസ്റ്റീം. ഈ സെൽഫ് എസ്റ്റീം, ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, വലിയ തലക്കനമാണെന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെ ഈഗോ. സെൽഫ് എസ്റ്റീം വളരെ കൂടി നിന്ന് കഴിഞ്ഞാൽ ഈഗോ വളരെ കുറവായിരിക്കും. ഈഗോ വളരെ കൂടി നിന്ന് കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും. പലപ്പോഴും നമ്മൾ പല ചെയ്യുന്ന കാര്യങ്ങളും നമ്മളുടെ ഈഗോ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഉള്ളിലെ വിലക്കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വില കൂടിയ ഒരു മൊബൈൽ വാങ്ങുന്ന ഒരിക്കലും ഈഗോ അല്ല. പക്ഷേ എനിക്ക് എന്റെ ഉള്ളിൽ എന്തോ വിലക്കുറവുണ്ട്, ഈ മൊബൈൽ ഫോൺ, വില കൂടിയ മൊബൈൽ ഫോൺ എന്റെ വിലക്കുറവ് നികത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഈഗോയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു വില കൊടുത്ത് നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ ഓട്ടോമാറ്റിക്കലി കുറയും. സൂപ്പർ. അത് മനസ്സിലാക്കുക. ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് വിലക്കുറവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ലോക സന്തോഷമായിട്ടിരിക്കൂ ദിനമാണ്. ഐ എം റാഫി. റേഡിയോയിൽ രാവിലെ കലക്കം റീചാർജ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. ഓൺ ക്ലബ് FM എന്നും എപ്പോഴും എന്ന് പറയുന്ന ബ്രാൻഡ് ന്യൂ മൂവിലെ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്.